ഇടതുപക്ഷ ജിഹാദി തീവ്രവാദികളെ തുടച്ചു നീക്കി നക്സലൈറ്റുകളുടെ ശക്തി കേന്ദ്രമായ പമോദിൽ 50 വർഷത്തിനു ശേഷം ഇപ്പോൾ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. നക്സലുകളുടെ വിഹാര കേന്ദ്രമായ ഛത്തീസ്ഗഡിലാണ് പാസഞ്ചർ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ബിജാപൂരിന്റെയും തെലങ്കാനയുടെയും അതിർത്തിയായുള്ള ഉസൂർ ബ്ലോക്കിലെ പമോദ് ഉൾപ്പെടെയുള്ള ആ പ്രദേശത്തെ 7 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശത്തും ബസ് സൗകര്യം ലഭ്യമാണ്. ഇതാണ് മോദി സർക്കാരിന്റെ പവർ എന്നത് ഓരോ തവണ കൂടെ തെളിയിക്കുകയാണ്. ഒരു കാലത്ത് നക്സലുകളുടെ തലസ്ഥാനം എന്ന് അറിയപ്പെട്ടിരുന്ന ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത ജില്ലയായ ബിജാപൂരിലെ ഒരു പ്രദേശമായിരുന്നു പമോദ്. സർക്കാരിന്റെ ശക്തമായ ഇച്ഛാശക്തിയുടെയും സൈനികരുടെ കഠിനാധ്വാനത്തിന്റെയും ശക്തിയിൽ ഇപ്പോൾ ഇവിടം വികസനത്തിലേക്ക് അതിവേഗം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ തന്നെ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലായതിനാൽ തന്നെ ഇപ്പോൾ റോഡുകൾക്കും അതുപോലെ തന്നെ ക്യാമ്പുകൾക്കും പുറമെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഏറ്റവും വലിയ സമ്മാനം ഈ പ്രദേശത്തെ ഗ്രാമീണർക്കുള്ള പാസഞ്ചർ ബസ്സുകളുടെ സർവീസ് തന്നെയാണെന്നത് പറയേണ്ടി വരും. ഈ ബസ്സുകളുടെ സർവീസ് കാരണം ഇപ്പോൾ ആ പ്രദേശത്തിലെ ഗ്രാമവാസികൾക്ക് തെലങ്കാന വഴി അവരുടെ ഗ്രാമത്തിലേക്ക് പോകേണ്ട ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. മറിച്ച് ബിജാപൂരിൽ നിന്ന് നേരിട്ട് പമോദിൽ എത്തിച്ചേരുന്നു. നക്സലൈറ്റുകളുടെ നിയന്ത്രണത്തിലായിരുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ വികസനം നടക്കുന്നുണ്ട്. പമോദ് പ്രദേശത്ത് 50 വർഷം മുൻപ് റോഡ് നിർമ്മിച്ചിരുന്നു. എന്നാൽ വാഹനങ്ങൾക്ക് സർവീസ് നടത്താൻ അനുവാദമുണ്ടായിരുന്നില്ല. അതിനുശേഷം നക്സലൈറ്റുകൾ ഈ പ്രദേശത്ത് ക്രമേണ സ്വാധീനം വർദ്ധിപ്പിക്കുകയും മുഴുവൻ പ്രദേശം അവർ കൈയടക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ പ്രദേശം നക്സലൈറ്റുകളുടെ തലസ്ഥാനം എന്നറിയപ്പെടാൻ തുടങ്ങുന്നതും. എന്നാൽ ഇപ്പോൾ ഈ പ്രദേശം സർക്കാരിന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് സൈനിക ക്യാമ്പുകൾ സ്ഥാപിച്ചതിനാൽ തന്നെ റോഡുകൾ വികസിപ്പിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ പമോദ് പ്രദേശത്ത് വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടത്തി ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഭരണകൂടം ചെയ്യുന്നത്. അങ്ങനെ ഗ്രാമീണർക്ക് നക്സലിസത്തിന്റെ വിപത്തിൽ നിന്നും രക്ഷപ്പെടുവാനും സർക്കാരിന്റെ അഭിലാഷ പദ്ധതികൾ പ്രയോജനപ്പെടുത്തുവാനും കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകതയായി പറയുന്നത്. ബിജാപൂരിൽ നിന്ന് രാവിലെ പമോദിലേക്ക് പുറപ്പെടുന്ന ബസ് ആവപ്പള്ളി, ബഹഗുഡ, ചിത്രഗല്ലൂർ, ഗുണ്ടേം, കൊണ്ടപ്പള്ളി അതുപോലെ തന്നെ ധർമ്മരം എന്നിവിടങ്ങളിലൂടെ പമോദിൽ എത്തിച്ചേരുന്നു. ഇതിൽ ധാരാളം യാത്രക്കാർ ദിവസവും യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീർച്ചയായും പ്രതിജ്ഞാബദ്ധരാണ് എന്നത് തന്നെയാണ് ഇവിടെ വെളിവാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.